ഫുൾ ഓണിലൊരു ഡീസൽ വണ്ടി ഡീസൽ സ്വിഫ്റ്റ് ഫുൾ ഓണിൽ 10-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഏറ്റവും ടോപ്പ് ലോഡ് ഡുവൽ ടൂണില് അത് നമുക്ക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഫുൾ ഓൺ ചെയ്യാം. അപ്പൊ ഡീസൽ വണ്ടി ഒരു SUV ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. 335 ഫുൾ ഓൺ ചിലപ്പോൾ 4 ലക്ഷം വരെ ലോങ് കയറും. പക്ഷേ 335 ആണെങ്കിൽ 2 മാസത്തെ അടവിനുള്ള പൈസയും കൂടി കിട്ടുന്ന വണ്ടിയാണ്. ക്യാഷ് ബാക്ക് കിട്ടുന്ന ഡീസൽ വണ്ടിയാണ്. ഒരു 10 രൂപ 15 രൂപ 20 രൂപ കണ്ടെങ്കിൽ വണ്ടി ഒരു 10-15 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു സ്വിഫ്റ്റ് അല്ല. മാക്സിമം നമ്മൾ വില കുറച്ചിട്ട് 665. ഇതിന് വരെ 5.5 ലക്ഷം രൂപ വരെ 6 ലക്ഷത്തിന്റെ അടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ 10-60 രൂപ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള അടിപൊളി മെക്കാനിക്കുള്ള വണ്ടിയാണ്. 3,85,000 റുപ്യക്ക് അത് ഫുൾ ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കും. അതായത് ഫുൾ ലോണില് ഒരു 7 സീറ്റർ അതും വെറും 385-ന് ഹോണ്ടന്റെ മൊബിലിയോട്ടോ. അല്ല കിഡിലും പോളോ കേട്ടോ. നമുക്ക് പോളോന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഒരു സ്പെഷ്യൽ എഡിഷൻ ബ്ലാക്ക് വരുന്നുണ്ട്, ഒരു കോഫി വരുന്നുണ്ട്, ഇനി റെഡ് വേണ്ടെങ്കിൽ നല്ല റെഡും വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഓഫറുള്ള ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങളൊക്കെ ഈ മൺസൂൺ നോക്കുന്നവർക്ക് ബൈക്കിന്റെ പ്രൈസിന് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഏകദേശം 19ഓളം വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. SUV-കളും 7 സീറ്ററുകളും ഇന്നോവയൊക്കെ നെട്ടിക്കുന്ന പ്രൈസിന്, ഒരു വാഗണറിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഇന്നോവകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റിയൽ ചോയ്സിലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അർഷാക്കാണ്. അർഷാക്ക കാര്യങ്ങളെ എന്തൊക്കെയാണ് നമ്മള് അടിപൊളി ഓഫർ കൊടുക്കാൻ പോകുന്നത്? കുറച്ച് ദിവസം പനിയൊക്കെ ആയിരുന്നു, അതിന്റെ ക്ഷീണൊക്കെ മൊത്തം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അതാണ് കുറച്ച് വീഡിയോ ചെയ്യാനൊക്കെ വൈകിയത്. അപ്പൊ മാക്സിമം ഓഫറും ചെറിയ പൈസക്ക് നല്ല അടിപൊളി വാഹനങ്ങൾ നമ്മുടെ ഉണ്ട്. ഏകദേശം 100-100ന്റെ അടുത്ത് തന്നെ നമുക്ക് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ആ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളൊരു കിഡും വാഹനത്തിനാണ് തുടങ്ങുന്നത്. അപ്പൊ റിയൽ ചോയ്സ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് മലപ്പുറം ടൗണിൽ മെയിൻ ടൗണിൽ നിന്ന് KSRTC സ്റ്റാൻഡിൽ നിന്ന് നേരെ 1 കിലോമീറ്ററാണ് നമ്മളെ ഷോപ്പൊക്കെ ഉള്ളത്. അത് മുണ്ടറമ്പ് കാവുങ്ങൽ ബൈപ്പാസിന്റെ സെന്ററിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് എന്നും പറയും. ഇതിന്റെ സെൻട്രലായിട്ടാണ് റിയൽ ചോയ്സ് എന്ന് പറഞ്ഞ യൂസർകാരുടെ ഷോപ്പ് വരുന്നത്. വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ലൊക്കേഷൻ വിട്ടെടുക്കും. കഴിയുന്നതും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായി നമുക്ക് എല്ലാ നിങ്ങളൊരു ഏത് വണ്ടിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അതിന്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അഡീഷണൽ വിട്ട് തരാൻ പറ്റും. ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 4 നമ്പേഴ്സ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മാരുതി സുസുക്കി വിറ്റാര ബ്രസ, അതും ZI ഓപ്ഷനിൽ KL11 കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ ഡീസൽ ഒരു SUV നോക്കുന്നവർക്ക് അത്യാവശ്യം ഒരു 18-20 മൈലേജ് കിട്ടുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, LED, നല്ലൊരു 9-inch ആൻഡ്രോയിഡ് സിസ്റ്റം, ഹാൻഡ് റെസ്റ്റ്, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീസലിൽ ഒരു കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡൽ ZDA ആണ്. ഇത് നമ്മളിവിടെ ചോദിക്കണ വില 6,65,000 ആണ്. ഇത് 7.5 ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് കിട്ടേണ്ട വില ചെറിയ എന്തെങ്കിലും മോൾക്ക് കിട്ടിയാലും നമ്മൾ കച്ചവടം ചെയ്ത് കൊടുക്കും. ഓക്കെ, മാക്സിമം നമ്മൾ വില കുറച്ചിട്ട് 6,65. ഇതിന് വരെ 5.5 ലക്ഷം രൂപ വരെ 6 ലക്ഷത്തിന്റെ അടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ 10-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള അടിപൊളി മെക്കാനിക്കുള്ള വണ്ടിയാണ്. കിലോമീറ്റർ വന്നിരിക്കുന്നത് 1:35-40 സർവീസും ടൈം ചെയ്യാനൊക്കെ മാറ്റിയതല്ലേ? ഒക്കെ മാറിയതാണ്. കസ്റ്റമർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒന്നും നോക്കാനില്ല. ഒരു 10-60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. 17 മോഡല്, അത് നമുക്കൊരു ഓഫർ പ്രൈസ് 6,65 കേട്ടോ. ദെൻ നമുക്കൊരു മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു കിഡ്ലം വാഹനമാണ് ഹോണ്ട അമേസ്. കാരണം നമുക്ക് ഇത് ഡീസൽ അല്ലായിരുന്നു. ഡീസൽ ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിൽ 24, കമ്പനിയൊക്കെ പറയുന്നത് 22 എന്തായാലും നമുക്ക് കമ്പനി വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ അമേസ് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിലൊക്കെ അത്യാവശ്യം നല്ല മൈലേജും അത്യാവശ്യം നമുക്ക് മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വണ്ടിയാണ്. റീവണ്ടിയാണത്, റീവണ്ടിയാണ്. നിലവിൽ ഇപ്പൊ നമ്പറൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ആയിട്ടുള്ളൂ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ 17 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാമല്ല 3,35,000 രൂപ ചോദിക്കുന്നുണ്ട്. മാറ്റൊക്കെ വരുത്തിയിട്ട് കൊടുക്കാം. അത് ഫുൾ ലോണും ചെയ്യും. ഫുൾ ലോൺ 335 ഫുൾ ലോൺ. ചിലപ്പോൾ 4 ലക്ഷം വരെ ലോൺ കയറും. പക്ഷെ 335 ആണെങ്കിൽ 2 മാസത്തെ അടവിനുള്ള പൈസയും കൂടി കിട്ടുന്ന വണ്ടിയാണ്. ക്യാഷ് ബാക്ക് കിട്ടുന്ന ഡീസൽ വണ്ടിയാണ് അല്ലെ? ഇത് നമുക്ക് വീണ്ടും ഒരു എത്തിയോസ് അല്ലെ, സെഡാൻ ആണ്. ഡീസൽ അല്ല വണ്ടിയായിരുന്നു. ഡീസൽ വണ്ടി ഒറിജിനൽ കേരളാണോ റീവണ്ടിയാണോ? ഒറിജിനൽ കേരള. ഇത് സോറി, ഇത് റീവണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡല് GD അല്ലേ? ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. നല്ല അടിപൊളി ഫാൻസി നമ്പറൊക്കെ ആക്കിയിട്ടുണ്ട്. കേൾട്ടണില് നല്ല നമ്പറൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. കേൾട്ടൺ BB 4552 അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡല് GD ആണ്. ഇത് നമുക്ക് ഡീസൽ വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 3,35,000 രൂപ ഫൈനൽ കിട്ടുകയാണെങ്കിൽ വണ്ടി കൊടുക്കാം. നല്ല മെക്കാനിക്കൽ വണ്ടിയാണ്. നല്ല മെക്കാനിക്കൽ വണ്ടി അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര? ലോൺ 2-2.5 വരെയൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു കിഡ്ലം SUV-ലോട്ടാണ് പോകുന്നത്. റെനോ
ക്യാപ്ചർ ഇല്ല, ക്യാപ്ചർ RXT ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഡുവൽ ടൂൺ ആണ്. ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഫിനിഷിംഗിൽ വരുന്ന ഒരു വാഹനം. KL24 രജിസ്ട്രേഷന് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി 18-20 മൈലേജിന് കിട്ടുന്ന വണ്ടിയാണ്. നല്ല സ്പേഷ്യസ് ആയ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡൽ RXT ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്ക് ഫൈനലായിട്ട് 5,60,60,000 രൂപ 5,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. അത് ഫുൾ ലോണും ചെയ്യാം. അപ്പൊ ഡീസൽ വണ്ടി ഒരു SUV ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ്. സോറി, മൊബിലിയോ ആണ്, 7 സീറ്റർ വാഹനം അല്ല. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡല് പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ആണ്, 7 സീറ്റർ ആണ് അല്ലെ? കിലോമീറ്റർ 2014 മോഡൽ വണ്ടി. കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ്, 7 സീറ്റർ ആണ്. സെൻട്രൽ AC ഉണ്ടാവും, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ ഉണ്ട്, അലോയ് വീൽ ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും ഒരു തട്ടുമുട്ടിലില്ലാത്ത 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വണ്ടി ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ 3,80,000 രൂപയ്ക്ക് അത് ഫുൾ ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കും. അതായത് ഫുൾ ലോണില് ഒരു 7 സീറ്റർ, അതും വെറും 3,85 ഹോണ്ടന്റെ മൊബിലിയോ. ഇനി അടുത്തൊരു നിസാന്റെ ടെറാനോ അല്ലെ? 85 PS ആണ്. 85 110 നമ്മൾ തുടലില്ല. അതായത് അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും, മെയിൻ്റെനൻസും കുറയില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡൽ 14 റേസറുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് RXL ഓപ്ഷണൽ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതിൽ ഡയമണ്ട് കട്ട് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് നമുക്ക് 3,60,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. 3,65 ഡീസൽ വണ്ടി കൊടുക്കാം. ഏകദേശം നമുക്ക് ലോൺ ലോൺ 3 ലക്ഷം വരെ 3.5 വരെ ചിലപ്പോൾ കയറും. 3 ലക്ഷം എന്തായാലും ഗ്യാരണ്ടിയിൽ നിങ്ങൾ ലോൺ ചെയ്യിപ്പിക്കാനുള്ള ഗ്യാരണ്ടി കിട്ടും. അപ്പൊ നല്ല ട്രാക്കിന് 10-15 രൂപ ഉണ്ടെങ്കിൽ 10-15 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതും നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടി. അടുത്ത് വീണ്ടും ഒരു 7 സീറ്റർ ആണ്, മാരുതി സുസുക്കി എർട്ടിഗ അല്ല? എങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2013 മോഡല് 14 റേസറുള്ള ZDA ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. എർട്ടിഗയിൽ നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി വളരെ ചുരുക്കമാണ് കിട്ടുന്നത്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാനുള്ള ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു 7 സീറ്റർ ഡീസൽ ഏറ്റവും ടോപ്പ് ലോഡ് സിംഗിൾ ഓണർ വരുന്ന വണ്ടി. സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ, അലോയ് ബാക്ക് വൈപ്പർ, എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. എത്ര ചോദിക്കുന്നു? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 4,60,000 ആണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. പിന്നെ ഫാൻസി നമ്പർ 25 ആണ്, ഫാൻസി നമ്പർ ഒക്കെ ഉണ്ടാവും. എത്ര ഏകദേശം നമുക്ക് ലോൺ 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. 10-60 രൂപ വണ്ടി. അടുത്ത നമുക്കൊരു വീണ്ടും ഒരു വാഗ്നർ ആണ്. ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് അത്യാവശ്യം വണ്ടികൾ പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡല് ഓട്ടോമാറ്റിക്കില് വരുന്ന ക്വാളിറ്റി അടിപൊളി വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിരിക്കുന്നത് 85-90 ആ ലെവലിട്ട് ഓടിക്കുന്നുണ്ട്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? മോഡൽ 2018 VXI ഓട്ടോമാറ്റിക്. അന്നത്തെ ടോപ്പ് ലോഡിൽ ഓട്ടോമാറ്റിക് നമുക്ക് 80-something കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണോ? ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര ചോദിക്കും നമ്മൾ? ഇത് നമുക്ക് 4,25,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. ഏകദേശം ലോൺ ഇതിമൊരു 3.5 വരെ എന്തായാലും കയറും. 4 വരെ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കും ചെയ്യാം. നല്ല ട്രാക്കിന് ഒരു 10-25 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അത് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു സ്വിഫ്റ്റ് ആണ് വരുന്നത്. അത് KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡല് VXI പെട്രോൾ വണ്ടിയാണ് വരുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് സ്പോയിലർ കാര്യങ്ങൾ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അത്യാവശ്യം ആവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി. മൈലേജ് ആണെങ്കിൽ 16-17 കിട്ടും ചെയ്യില്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഇത് 3ാമത്തെ ഓൺഷിപ്പ്. ചെക്ക് ചെയ്ത് നോക്കണം. 3ാമത്തെ. എത്ര ചോദിക്കും നമ്മൾ? ഇത് നമുക്ക് 4,10,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. മാക്സിമം 4 ലക്ഷം വരെ ലോണും കയറുന്ന 16 മോഡലല്ല. അപ്പൊ ചെറിയൊരു പൈസ 10 രൂപ 15 രൂപ 20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഒരു 10-15 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു സ്വിഫ്റ്റ് അല്ലേ? ദെൻ വീണ്ടും നമുക്കൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള സ്വിഫ്റ്റ് ആണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡല് VDI വണ്ടിയാണ്. 18 VDI എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടിയാണ്. കാരണം മൈലേജ് പ്രതീക്ഷിക്കാം. 18 അപേക്ഷിച്ച് വലിയ ഓട്ടോ ഓടിയിട്ടില്ല. കറക്റ്റ് സർവീസ് പോയ വണ്ടിയാണ്. 1,29,000 8,000 കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ക്വാളിറ്റിയും മൈലേജും ഏകദേശം 24 വരെയൊക്കെ പറയുന്നുണ്ട്. ഒരു 22 എന്തായാലും പ്രതീക്ഷിക്കാം. ഞാൻ 20 അങ്ങോട്ട് ഗ്യാരണ്ടി എടുക്കുള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് 5,45 രൂപ ഫുള്ള് ലോണും ചെയ്യും. ഫുൾ ലോണിലൊരു ഡീസൽ വണ്ടി. ഡീസൽ സ്വിഫ്റ്റ് ഫുൾ ലോണിൽ ന്യൂ മോഡൽ വണ്ടി. ഇത് നമുക്കൊരു ഒരു പോളോ ആണ്, റെഡ്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ പോളോ പെട്രോൾ ഹൈലൈനില് വരുന്ന വണ്ടി. പെട്രോൾ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. നമുക്ക് ഏറ്റവും എൻക്വയറി വരുന്ന വണ്ടിയാണ് റെഡ് കളർ.
ഇത് നമുക്കൊരു 5,15,000 രൂപ ഉണ്ടെങ്കിൽ പെട്രോൾ വണ്ടി ഈ വണ്ടി കൊടുക്കാം. ഇതിമൊരു 4.5 ലക്ഷം രൂപ 4 ലക്ഷം വരെയൊക്കെ ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും. 10-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഏറ്റവും ടോപ്പ് ലോഡ് ഡുവൽ ടൂണില് അത് നമുക്ക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് വരും. ഇനി അടുത്തൊരു കിഡ്ലം സെഡാനിലോട്ടാണ് പോകുന്നത്. സിയാസ് അല്ലേ? ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ഡീസൽ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുള്ളോട് വണ്ടി പുഷ്പയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഹൈബ്രിഡും ആണ്. സോ നമുക്ക് ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന വലിയൊരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡൽ വണ്ടിയാണ്. ഇത് 6,60,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. കിലോമീറ്റർ 1 ലാഖിന്റെ അടുത്താണ് ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അത്രയും നമുക്ക് ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡിൽ ഡീസലില് ഹൈബ്രിഡ് വണ്ടി. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇത് നമുക്കൊരു 5-5.5 വരെ 6ന്റെ അടുത്ത് വരെ ലോൺ ചെയ്യിപ്പിക്കാൻ കഴിയും. ഗ്യാരണ്ടി ആയിട്ടുള്ളൂ നിങ്ങള്. അടുത്ത നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്, ഫുൾ ലോഡ് വണ്ടി. ഡീസൽ വണ്ടില് ഫുൾ ലോഡ് ഇല്ല, ZDA ആണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡല് ZDA ആണ്. ഒരു VDIന്റെ വിലക്കാണ് നമ്മൾ ZDA കൊടുക്കുന്നത്. 3,65,000 രൂപയ്ക്ക് 13 മോഡല് ZDA കൊടുക്കാം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് 2ാമത്താണോ 3ാമത്താണോ ചെക്ക് ചെയ്യണം. ഒരു 80 വണ്ടി ഉണ്ടാവുമ്പോൾ നമുക്ക് മൈൻഡിൽ നിൽക്കാത്തതുകൊണ്ടാണ്. കിലോമീറ്റർ വന്നിങ്ങനെ 1 lakh സംതിങ് ആണ്. ഓക്കെ. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ടൈം ഇഞ്ചിനും കാര്യങ്ങളൊക്കെ മാറും. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇത് നമ്മൾ ചോദിക്കണം 3,65,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് 3 ലക്ഷം വരെ ലോൺ കയറും. പിന്നെ 65 രൂപ ചിലപ്പോൾ 3.5 വരെ ലോൺ കയറും. ട്രാക്ക് ഉണ്ടെങ്കിൽ 10-15 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ഡീസൽ സ്വിഫ്റ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 മോഡല് VDA ആണ്. ZDAന്റെ അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒരു 2,90,000 രൂപ കൊടുക്കാം. 2,90,000 കൊടുക്കാം. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് 2 ലക്ഷം വരെ ലോൺ കയറും. ഒരു 90 രൂപ 80 രൂപയൊക്കെ വേണ്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട്. അടുത്ത നമുക്കൊരു ഇന്നോവ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2009 മോഡൽ ഇന്നോവ G4 ആണ്. നമുക്ക് ടൈപ്പ് 4 കൺവേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് 5 കൊല്ലത്തിന് പുതിയ പേപ്പർ. 2009 ഉണ്ട്. 4.5 കൊല്ലൊക്കെ ഉണ്ടാവും പേപ്പർ. ഇത് നമുക്കൊരു 4,90,000 കൊടുക്കാം. 4,90,000 കൊടുക്കാം. 4,90,000 ഒരു ഒറിജിനൽ കേരള ടൈപ്പ് 4 ഒക്കെ വരുന്ന ഒരു കിള്ളം വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നമുക്ക് 4,90,000 ടൈപ്പ് 4 വരുന്ന വണ്ടി. നമുക്ക് വീണ്ടും ഒരു ഇന്നോവ അല്ല, റെഡ് വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു? ടൈപ്പ് 1 അല്ല? എങ്ങനെയായിരുന്നു മോഡല്? 2005-6 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. നല്ല മെക്കാനിക്കും കാര്യങ്ങളും അലവിയിലും സീറ്റുകാരും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. ചെറിയ കോളീസിന്റെ വിലക്കാട്ട് റിയാസ് ഭായി നമ്മളിത് കൊടുക്കുന്നത്. ഇന്നോവ പൊട്ടിക്കുന്ന റേറ്റ് ആണ്. 2,70,000 ചോദിച്ചിട്ടുണ്ട്. 65,000 രൂപ ഫൈനൽ കിട്ടുകയാണെങ്കിൽ ക്വാളിറ്റി ഉള്ള എഞ്ചിനെ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇതാണ് ഇന്നോവ. നമ്മള് 2,65,000 2,65,000 രൂപ ഓഫർ പ്രൈസ്. ഒറിജിനൽ കേരളാണത്. ഒറിജിനൽ അല്ല, നമ്പറായ വണ്ടിയാണ്. അത് നമുക്ക് 2,65,000 രൂപ കൊടുക്കാം. ഇന്നോവ അല്ല? ഇത് നമുക്ക് ചെറുവാഹനാണ്. ഇയോൺ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. 2016 സിംഗിൾ ഓണർ അല്ല? ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 2,10,000 രൂപ നമ്മൾ പറഞ്ഞത്. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം? ഇത് മാക്സിമം ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. 16 ഒക്കെ ആകുമ്പോൾ അതിലൊരു 1.25-2 രൂപയുടെ അടുത്ത് വരെ ലോൺ കയറും. ഒരു 10-15 രൂപ 20 രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാം. നല്ല മെക്കാനിക്കോട്ടെ, എഞ്ചിനൊക്കെ ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇനി വീണ്ടും ഒരു ഇയോണിന് കളർ ചേഞ്ച്. എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ ഇയോണാണ്. ഇതൊക്കെ ഒരു അൾട്ടോന്റെ പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത്. 1,55,000 രൂപ ഉണ്ടെങ്കിൽ അത് 1.25-1 രൂപയുടെ അടുത്ത് തന്നെ ലോണും കയറും. അത് 13 മോഡൽ വണ്ടി. അപ്പൊ നമുക്ക് ഫുൾ ഓൺ അല്ലെങ്കിൽ മാക്സിമം ചെറിയ ഡൗൺ പേയ്മെന്റ് ഇനിയിപ്പോ 2 കൊല്ലം ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് 5 രൂപ 10 രൂപയൊക്കെ മാറ്റം വരും. വല്ലാണ്ട് കാര്യമായിട്ട് ഒന്നും മാറ്റം വരില്ല. ഇനി വീണ്ടും ഒരു സെയിം മോഡൽ 13 മോഡല് ഇയോൺ തന്നെയാണിത്. ഇത് നമുക്ക് 1,55,000 രൂപയ്ക്ക് ഇതും കൊടുക്കാം. ഏകദേശം ഒരു 18 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം മാക്സിമം 10-30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാം. ഇതിന് വേണ്ടി ഒരു എത്തിയോസ് സെഡാനാണ്. ഇത് 2011 മോഡല് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 3,10,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് പെട്രോൾ വണ്ടിയാണ്. G ഓപ്ഷൻ ആണ്. G 2 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. 2 എയർ ബാഗ് അല്ലേ? നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഒരു 2 ലക്ഷം വരെയൊക്കെ ലോൺ കയറിയായിരിക്കും. ഓക്കെ, ചെറിയൊരു പൈസ വണ്ടി ഇറക്കാം അല്ലേ? അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ. ഇത് ഡിസയർ നമുക്ക് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ VXI ആണ്. 2009 വണ്ടിയാണ്. 5 വർഷത്തിന് പുതിയ പേപ്പർ എടുത്ത് വെച്ച വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ചെറിയ പൈസ കൊടുക്കാം. ഒരു 1,75 കിട്ടിയാല്
നമുക്ക് ഇത് കൊടുക്കാം. 1.75 കൊടുക്കാം. 1.75 ചെറിയൊരു പൈസക്ക് വണ്ടി കൊടുക്കാം. 5 വർഷത്തിൽ പുതിയ പേപ്പർ ഉണ്ട്, ഒരു പണിയും വരില്ല, പെട്രോൾ വണ്ടിയിൽ അങ്ങനെ ഓടിയാൽ മാത്രം മതി. അതെയല്ലേ. ഫ്രണ്ട്സ്, നമ്മൾ റിയൽ ചോയ്സിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ബൈപ്പാസിലാണ്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ അത്യാവശ്യം നല്ല വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.